Hello friends, welcome to SAT, Sanders Tuition Center Madathambadi and Puthamelikara. Please subscribe to our YouTube channel for new updated videos and also visit sandersintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് Trigonometry Class 10 SSLC Chapter 5 Part 15 Textbook Exercise 5.2 question number 3. The sides of a parallelogram are 8 cm and 12 cm. And the angle between them is 50 degree. Calculate its area. ഒരു സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററുമാണ്. ഇവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രിയുമാണ്. ഇതിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 14 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഓക്കെ, പാരലോഗ്രാമിന്റെ സൈഡുകൾ 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് 8 സെന്റിമീറ്റർ, ഈ സൈഡ് എത്രയാണ് 12 സെന്റിമീറ്റർ. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 50 ഡിഗ്രി. ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ ഇവിടെ എന്ന് പറയുന്നത് അത് 50 ഡിഗ്രി. ഇറ്റ്സ് ഗിവൺ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ഏരിയ? ഏരിയ കാണാനായിട്ട് ഏരിയ വി നോ ദാറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബേസ് ഇസ് ഗിവൺ 12 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ ഹൈറ്റ്? Draw a perpendicular from here to here. This is the height. Okay, then it named as h. Using trigonometry you can find the height. Okay, so this is our triangle, and here the base is 12 centimeter and this height is marked as h. Okay, then according to trigonometry this side is not given. We want to find this side h. നമുക്ക് ഇത് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. It is opposite to 90 degree 8 centimeter. So this is hypotenuse. Okay, and this h is opposite to 50 degree. Yeah, so this is the opposite of 50 degree. That is opposite side, and this is opposite of 90 degree. This is hypotenuse. So the ratio which connect to opposite and hypotenuse, എതിർവശവും കർണവും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ, yes, sine 50 degree. According to sine, opposite side by hypotenuse, that is h by 8. Okay, clear? So we can use sine 50 h by 8. Then what is h? 8 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം, ഗുണിക്കണം. 8 ഇവിടെ ഹരിച്ചിരിക്കുകയാണ്. നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8 എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓക്കെ, സോ h is equal to 8 into sine 50. Sine 50 യുടെ വാല്യൂ നമുക്കറിയില്ല, നമുക്ക് കൊടുക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sine 50? നിങ്ങൾ ടേബിൾ നോക്കുക, കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് 0.7660. നമ്മൾ ഇതിന് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 8 into 0.760 is equal to h is equal to 6.128 centimeter. Then what is area? Area is equal to താഴെയുള്ള ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഈസ് 12 സെന്റിമീറ്റർ. 12 into height നമ്മൾ കണ്ടുപിടിച്ചു 6.128. So the answer is area is equal to 73.536. Okay, visit part 16. Please like, share and comment. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.